സുഖകരമായിട്ടുള്ള റിസൾട്ടുകളല്ല. ഫലങ്ങൾ ലഭ്യമാണ്. ഹിമാചൽ പ്രദേശ് BJP ഹിമാചലിലെ ഉത്തരാഖണ്ഡിലെ 5 മണ്ഡലങ്ങൾ, ഹിമാചലിലെ 4 മണ്ഡലങ്ങൾ, ഈ 9 മണ്ഡലങ്ങളിലെ BJP എന്നുള്ളത്. രണ്ട് സംസ്ഥാനങ്ങളും സ്വാഭാവികമായിട്ട് ഇതിൽ വലിയ അതിശയോക്തി ഇല്ല എന്ന് തോന്നുന്നു. തുടർ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP തന്നെ ആധിപത്യം പുലർത്തിയ ഒരു സ്ഥലം. സാധാരണ ഇതിനു മുമ്പ് വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു സാധ്യത എന്ന നിലയിലേക്കെങ്കിലും ഉണ്ടായിരുന്നു, 0 മുതൽ 1 വരെ അല്ലെങ്കിൽ 2 വരെ എന്നൊക്കെ. പക്ഷേ ഹിമാചൽ ഉത്തരാഖണ്ഡിന്റെ ഫലം വരുമ്പോൾ നമ്മുടെ സർവേ ഫലം ഉറപ്പിച്ചു പറയുന്നത് 9 ഇടത്തും NDAക്ക് മാത്രമാണ് സാധ്യത. അതായത് കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനോ മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും ഈ 2 സംസ്ഥാനങ്ങളിൽ ഒരു മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെ അവരുടെ സീറ്റുകൾ നിലനിർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഹിമാചലിലൊക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ഉള്ള പ്രതിസന്ധി അത് ഒരുപക്ഷെ കൂടാനുള്ള ഒരു സാധ്യത, അങ്ങനെ ഒരു കാര്യം കൂടെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിലിട്ട് കൊടുക്കുകയാണ് കോൺഗ്രസിന് എന്നുള്ളൊരു വിഷയമുണ്ട്. റോണി ബേബി, ഹിമാചലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് നിൽക്കുന്നില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഒരു പുത്തൻ ഊർജം നൽകാൻ മറ്റൊന്നും വരുന്നില്ല എന്നൊരു സാഹചര്യം കൂടെ അവിടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ അങ്ങനെ തോന്നുന്നില്ലേ? ഹിമാചൽ പ്രദേശ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വലിയൊരു പ്രളയം ഉണ്ടായി. പക്ഷെ കേന്ദ്ര സർക്കാർ വളരെ കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് ആ വിഷയത്തിൽ ഉണ്ടായത്. അതിനെതിരെ അവിടെ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട്. അതുപോലെ അഗ്നിവീർ പദ്ധതി പോലെയുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചു. ഞാനിപ്പോ ജയിക്കാൻ പോകുന്ന സീറ്റ് എഴുതി ഞാൻ പറയാം. വിക്രമാദിത്യ സിംഗ് മത്സരിക്കുന്ന മാണ്ഡി സീറ്റ് ഞങ്ങൾ 100% ജയിച്ചിരിക്കും. ഞങ്ങൾ ഉത്തരാഖണ്ഡിന്റെ കാര്യത്തിൽ ഞാൻ വലിയ അവകാശവാദങ്ങളിലേക്ക് പോകുന്നില്ല. അതൊരു വല്ലാത്ത പ്രവചനമാണ്. കങ്കണ റോണത്ത് നിൽക്കുന്നു എന്നുള്ളതല്ല വിഷയം. BJPയുടെ അത്രയും കോർ സീറ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് മാണ്ഡി. സിറ്റിംഗ് സീറ്റാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് MP ആയിട്ടുള്ള പ്രതിഭാ സിംഗ് ആണ് പിന്നെ അവിടെ കഴിഞ്ഞ മകൻ ഇപ്പോൾ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഞങ്ങൾ 2 സീറ്റ് 4 2 സീറ്റ് ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഞാൻ ഉത്തരാഖണ്ഡിലേക്ക് ഞാൻ വലിയ അവകാശവാദത്തിലേക്ക് പോകുന്നില്ല. ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ 4 2 സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ജയിക്കുമെന്ന് വിശ്വാസമാണ് ഞങ്ങൾ. ശരി, അവിടെ BJPയുടെ പ്രതിനിധിയുടെ അഭിപ്രായം കൂടി നമുക്ക് തേടണം. മണ്ഡി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വയുടെ പ്രചാരകയായ കങ്കണ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ വിജയം നേടുമെന്നാണ് പറയുന്നത്. അവിടെ കങ്കണയാണ് മത്സരിക്കുന്നതെങ്കിലും മോദി മത്സരിക്കുന്ന എഫക്റ്റാണ് മണ്ഡലത്തിൽ മണ്ഡിയിൽ ഉള്ളത്. ശ്രീ കൃഷ്ണദാസ് സൂചിപ്പിക്കുന്ന പോലെ ഈ 2 സംസ്ഥാനങ്ങൾ അതിപ്പോൾ കേന്ദ്ര ഭരണത്തോട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ആരധികാരത്തിൽ വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന എന്ന പൊതുവെ വിലയിരുത്തപ്പെടുന്ന സംസ്ഥാനങ്ങളാണ്. അതിൽപ്പോൾ ഹിമാചലിലേക്ക് എത്തിയാൽ അവിടെ BJPയും കോൺഗ്രസും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം, ഇന്ത്യ സഖ്യം എന്നതിന് അപ്പുറത്തേക്ക്. ആ നിലയിൽ കൂടി പരിശോധിക്കുമ്പോൾ റോണി പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടോ ഹിമാചലിൽ? ഹിമാചലിലെ സംസ്ഥാന രാഷ്ട്രീയവും അവരുടെ ദേശീയ രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. BJPക്ക് എത്രയോ കാലങ്ങളായി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഈ 2 സംസ്ഥാനങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനപിന്തുണ മാത്രമല്ല 60-65% മേൽ വോട്ട് BJPക്ക് കിട്ടുന്ന സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനങ്ങളിൽ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭയുമായി ചേർത്ത് വെച്ച് ഒരു ലെവലേശം പോലും കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശിലെ. സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു നഷ്ടവും BJPക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. നിയമസഭാ മണ്ഡലങ്ങളിലെ 6 ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്നുണ്ട്. അല്ല, ഹിമാചൽ പ്രദേശിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചില വ്യത്യാസങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കണക്കാക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അവിടുത്തെ ഒരു സീറ്റും നഷ്ടപ്പെടാൻ BJP, അതായത് 14-ഉം 19-ഉം എങ്ങനെയായിരുന്നു അത് തന്നെ ആയിരിക്കും 24 തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത സംസ്ഥാനങ്ങളാണ്. അതായത് അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ 6-7 MLA-മാരെ പിന്നെ കളം മാറ്റി കഴിഞ്ഞ രാജ്യസഭാ ഇലക്ഷന് അതിനെതിരെ അവിടെ വലിയൊരു വികാരമുണ്ട്, ജനവികാരം BJPക്കെതിരെ. അതും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ ഗുണകരമായി മാറുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഉത്തരാഖണ്ഡിലെ 5 സീറ്റും BJP ഉറപ്പിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. 2 സംസ്ഥാനങ്ങളിലെ ഫലം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ 2 സംസ്ഥാനങ്ങളുടെയും ഫലം പരിശോധിക്കുമ്പോൾ
ഒരു സംസ്ഥാനത്തും ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം പ്രേക്ഷകരുടെ ശ്രദ്ധ ഇപ്പോൾ 305 സീറ്റുകളിലെ എക്സിറ്റ് പോൾ ഫലം ആണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 543 സീറ്റുകളിൽ 305 സീറ്റുകളെ അവിടെ ഇതാ 192 മുതൽ 224 സീറ്റ് വരെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു അല്ലെ ആ ഒരു വലിയ ഒരു സംഖ്യയിലേക്ക് എത്തുന്ന സാഹചര്യം. അതെ, കാരണം ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഫലഘട്ടങ്ങളുടെയും ഫലം ഇനിയും നമ്മൾ പുറത്തുവിടേണ്ടതുണ്ട്. അങ്ങനെ വലിയ സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങൾ, ബി.ജെ.പി പ്രതീക്ഷയർപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ. നടന്നപ്പോൾ ഇത്രയും സീറ്റ് ആയപ്പോൾ തന്നെ അമിത്ഷാ ഞങ്ങൾ കേവല ഭൂരിപക്ഷം തെരച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സീറ്റുകളിൽ പക്ഷേ ഇപ്പോഴും ബി.ജെ.പിക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് നമ്മളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നത്. എന്തായാലും ഒരു പൊതുചിത്രം ഇതുവരെയുള്ളത് പരിശോധിക്കുമ്പോൾ ബി.ജെ.പിക്ക് അനുകൂലമാകുന്ന തരംഗം തന്നെയാണ് ഉള്ളത് എന്ന് വേണം അനുമാനിക്കാം. പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുമിച്ച് മത്സരിക്കുന്നു. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ വേറിട്ട് നിന്നവരാണ്. 295 ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ് ഖർഗെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് 295 സീറ്റ്, അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ നേടും അനായാസം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിലേക്ക് അടുക്കുന്നതായി തോന്നുന്നില്ല അപർണ. അങ്ങനെ കാരണം നമ്മൾ 300 സീറ്റുകൾ ഏതാണ്ട് രേണുക സൂചിപ്പിച്ചതുപോലെ ഇത്രയൊക്കെ ആയപ്പോഴേക്ക് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഭരിക്കാനുള്ള സീറ്റുകൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ എന്നുള്ള പറയുമ്പോ ഓരോ ഇടങ്ങളിലും ചെന്ന് ഓരോരുത്തരെയും നേരിൽ കണ്ട് തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടുകളാണ്. പുറത്ത് ഒരുപാട് സർവേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപർണ. അതൊക്കെ എൻ.ഡി.എക്ക് വലിയ സ്വീപ്പ് നൽകുന്നുണ്ട്. മോദിയുടെ വലിയ തരംഗമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് റിസൾട്ടുകളും വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കണം. നമ്മുടെ സർവേ ഫലം അത്രയും അങ്ങ് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് സർവേ ഫലം ആണ്. സർവേ ഫലത്തിൽ ജനങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങൾ ആണ് നമുക്ക് ക്രോഡീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഒരു മേൽക്കൈ ഉണ്ട് എന്നതിൽ തർക്കമില്ല. എന്തായാലും ഹിമാചലിലെ 4 ഉത്തരാഖണ്ഡിലെ 5 ചേർന്ന 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ 9 എൻ.ഡി.എക്ക് സ്വന്തം എന്നതാണ്. ഇപ്പൊ വന്ന ഫേസിനകത്ത് ഡൽഹിയിലെ ഒരു ചെറിയ മാറ്റം. ഹരിയാനയും ഏകദേശം ഹരിയാനയും ഡൽഹിയുമാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ. ഹരിയാനയിലും ഡൽഹിയിലും പക്ഷേ എപ്പോഴും ഫുൾ മാർക്ക് ഇല്ല ഇത്തവണ എന്നത് എൻ.ഡി.എക്ക് സംബന്ധിച്ച് അവർ നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ ഉത്തരാഖണ്ഡിലും ഹിമാചലിലും നേരത്തെ റോഡി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും ഇതിൽ വലിയ അഭിപ്രായ ഭിന്നതകളൊന്നുമില്ല. പക്ഷേ അവിടെയാണ് അപർണ, എനിക്ക് മല്ലികാർജുൻ ഖാർഗെ 295 എന്ന സീറ്റൊക്കെ അവകാശപ്പെടുമ്പോൾ അത് എവിടെ നിന്ന്, ഏത് പോക്കറ്റിൽ നിന്നൊക്കെയാണ്, ഏത് സംസ്ഥാനത്ത് നിന്നാണ്? കാരണം ഇനിയിപ്പോ ഉള്ള കണക്കനുസരിച്ച് പറഞ്ഞ പോലെ എൻ.ഡി.എയുടെ ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുള്ള അത്രയധികം സീറ്റുകളുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ളതൊക്കെയാണ് ഇനി വരാൻ ഇരിക്കുന്നത്. ഇനി ഒരു പശ്ചിമ ബംഗാൾ ഉണ്ട്, അത് പറഞ്ഞു പോകണം. പ്രതീക്ഷ നൽകുന്നതാണ് അവിടെ. പക്ഷേ എൻ.ഡി.എ ഒരു കടന്നുകയറ്റം പ്രതീക്ഷിക്കുന്ന ഇടം കൂടിയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ എന്നത് എക്സിറ്റ് പോളിലൂടെ എന്താണ് വെളിവാകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനിയും